സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14 27 തിരുവചനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയരുത്. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 27 തിരുവചനത്തിൽ സ്വർഗസ്ഥ പിതാവാം ദൈവം മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ലോകരക്ഷകൻ സംസാരിക്കുകയാണ്. സമാധാനം എന്ന വിഷയവുമായിട്ടാണ് ദൈവം തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുപുരുഷാരത്തോട് സംസാരിക്കുന്നത്. അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ അവർക്ക് സമാധാനമുണ്ടായിരുന്നില്ല. അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനവധി വിഷയങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ മുന്നറിവിൽ ദൈവം അവരുടെ ഹൃദയങ്ങളെ കാണുകയാണ്. അവരുടെ മനസ്സുകളെ, അവരുടെ ജീവിതങ്ങളെ, അവരുടെ സാഹചര്യങ്ങളെ കാണുകയാണ്. സത്യത്തിൽ അവർക്ക് സമാധാനമില്ലായിരുന്നു. അവരുടെ കുറവുകളെ കാണുന്ന ദൈവം അവർക്ക് ആ കുറവ് നികത്തി കൊടുക്കുന്നതാണ് നാം കാണുന്നത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ സമാധാനം ദൈവിക സമാധാനമാണ്. ആ ദൈവിക സമാധാനമാണ് നമ്മെ യഥാർത്ഥമായ ശാന്തിയിലേക്ക് നയിക്കുക. സമാധാനം അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സമൂഹത്തിലെ സമാധാനത്തെ നശിപ്പിക്കുന്ന വിവിധ കാര്യാദികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. യുദ്ധവും ക്ഷാമവും പ്രകൃതി ദുരന്തങ്ങളും ദുർനടപ്പുകാരുടെ, ദുഷ്ടമനുഷ്യരുടെ പ്രവൃത്തികൾ ഇങ്ങനെ പോകുന്നു. അസമാധാനം കൊണ്ടുവരുന്ന വിഷയങ്ങൾ. എവിടെയാണ് സമാധാനം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കർത്താവ് നൽകുകയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവിക സമാധാനം അത് വളരെ ബലമുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്, അത് ശക്തിയുക്തമാണ്. ആ ദൈവിക സമാധാനം ഒരു മനുഷ്യൻ്റെ മേൽ വന്നു നിറയുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിന് മുമ്പിൽ, പ്രതിസന്ധികൾക്ക് മുമ്പിൽ അതിജീവിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ ആ മനുഷ്യനെ പ്രാപ്തിപ്പെടുത്തുന്നു. സമാധാനമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുക ദുഷ്കരമാണ്. നമ്മെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്ന പ്രധാന ശക്തികളിൽ ഒന്ന് സമാധാനമാണ്. സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന അനവധി പേരുണ്ട്. അവർക്കായിട്ടുള്ള ഇന്ന് പ്രഭാതത്തിലെ ദൈവിക സന്ദേശം, ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സമാധാനം നാം പ്രാപിക്കുന്നത്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 28 വാക്യത്തിൽ കർത്താവ് വിളിക്കുകയാണ്.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക എന്നുള്ളതാണ് സമാധാനം പ്രാപിക്കുവാനുള്ള നമ്മുടെ പ്രവൃത്തിയായി കാണുന്നത്. നാം അപ്രകാരം ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ അത് പ്രാർത്ഥനയ്ക്കായി, അത് ആരാധനയ്ക്കായി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി, ഇങ്ങനെ ദൈവ ഇഷ്ടം ചെയ്യുവാനായി നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ഇരിക്കുമ്പോൾ നമുക്ക് ഈ ലോകം തരാത്ത സമാധാനം ലഭിക്കുവാനിടയാകും. ആമേൻ.